മഞ്ഞ ജേഴ്സി കാണാൻ ഞങ്ങളെ ബ്രൈസിയാര് 5 കപ്പ് തറവാട്ടിൽ കൊണ്ടു വെച്ചിട്ടാണ് ഈ വരുന്നത്. പേരെന്നെ പറയാൻ പറ്റും. ഫീസ് തന്നോളിട്ടാ. ഇന്ന് ഞങ്ങൾക്ക് അർജന്റീനയുടെ കളി കാണാൻ പറ്റില്ല. നിങ്ങളെ ഫീസ് ഞാൻ വരും. ബ്രസീൽ എന്നാണ് അതിന്റെ പേര്. അത്ര അറിയുന്ന ആളാണെന്നുണ്ടെങ്കിൽ ബ്രസീലിന്റെ 3 കളിക്കാരെ പേര് പറഞ്ഞാണി. ശുക്രാക്ക എന്റെ കയ്യിൽ നിന്ന് പിടിച്ചു നോക്കി. ഞാൻ കണ്ണോട്ടനാ എന്റെ കയ്യിൽ പിടിച്ചിട്ടില്ലേ മിക്കവാറും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എന്റെ ഉണക്ക് കൈ നാട്ടിൽ കാണും. നാട്ടിലല്ലേ എനിക്ക് തിന്നാൻ നിങ്ങളെ നെയ്മർ എന്ന പേര് ബ്രസീലിൽ കളിക്കുന്നത് ഫീസ് എളുപ്പം പോവാ. എടോ മെക്സിക്കോയെ ഒന്നിങ്ങോട്ട് വരിക വേഗം. എന്റെ ഒരു മാഞ്ഞാളം പാത്തോ, ഇത് എന്ത് കുട്ടിയാണ്? അത് ആനമുട്ട ഇറക്കി തന്നു. അല്ലേ പിക്കാസു ബക്കറ്റ് ആരാണ് കൊണ്ടുവച്ചണ? അതല്ല കോയേ, ഓന്റെ പേരാ ഞാൻ പറഞ്ഞേ. അത് നിങ്ങളെ കളിന്റെ മാസം KCB-ക്കാര് ഫീസ് ഊരിയതാണ്, അല്ലെ ഞങ്ങൾ ഊരിയതല്ല. ഒരു മുറുക്ക് വെള്ളം കിട്ടൂല. ഞാൻ ചത്താലും ഇവിടെ വന്നു. ആ വണ്ടി പച്ചി മഞ്ഞാണ് കളർ, അതിൽ ഞാൻ കയറില്ല. ബ്രസീലിന്റെ വണ്ടിയാണതേ. എന്റെ ദേവി, അതാ ഷബീറിന്റെ വണ്ടിയായിരുന്നു. ബ്രസീൽ ഇളകിയാണ് തിരുമ്പി കൂടെ. ഇങ്ങനെ മടി കാണിച്ചിട്ടുണ്ടെങ്കിലേ കുട്ടി പള്ളയെ കിടന്നാണ് തടിച്ചു. പിന്നെ എന്റെ മോൻ കേൾക്കും പൈസ ചെലവേ. നല്ല ബക്കറ്റോന്നാണ് അതോന്റെ പേര് വിളിച്ചിന്റെ പേരാണ്. അന്നൊന്നും ജനിച്ചിട്ടല്ല കോയേ. അടുത്ത കേട്ടോ, കാശ്മീർക്കോ വെള്ളം കുടിച്ചൂല. അങ്ങനെ ചോടം അല്ല. ഇനിയിപ്പോ എന്താ ഞാൻ അയാളോട് പറയാ? എവിടുന്നാ വരുന്നത് ഇതൊക്കെ? തന്റെ ഒരു ഒടുക്കത്തെ കളിഭ്രാന്ത് കാരണം കൊണ്ട് ഒരു വണ്ടിയിൽ കയറാനും പറ്റുമ്പോട്ടാണ് അടിച്ചേരി കൂടെ. ഒരു പ്ലേറ്റ് ചോറ് തന്നിട്ടുണ്ടെങ്കിൽ കൗന്നടന്ന് മുണുങ്ങല്ല. മാളുവാ അമ്മ ഈ 10 നെഞ്ഞി പെണ്ണെ കൊണ്ട് അടിച്ചേൽപ്പിച്ചത്. കാശ്മീർക്ക് പോവാണ് ഞാനും കേട്ടോ. എന്തേ? അതാ കളിക്കാരന്റെ പേരാണ്. അത് കസമിറോ. അർജന്റീന വേൾഡ് കപ്പ് തൂരി തുന്നപ്പോ തോൽക്കണേ. വേൾഡ് കപ്പ് പോയിട്ട് കോപ്പം കിട്ടരുത്. നടന്ന് എന്റെ കാലിന്റെ വണ്ണം തന്നെ കുറഞ്ഞു. അയ്യോ സത്യം പറ, ഇപ്പൊ നമ്മൾ ഇങ്ങോട്ടാ പോണേ? അർജന്റീന. അല്ല അർജന്റീന തീരെ ദസാവില്ലേ? അതിനിപ്പത്താ പാടത്ത് നെല്ലുത്തിന്നതിന്റെ ഇടയില ഞാൻ 10 പറ്റത്. നിങ്ങളെ മാർക്കറ്റല്ലേ ഓളെ? സുഖപ്രസവമാണ്, കുറച്ച് തടിയൊക്കെയാണ്. ഇത് കേട്ടോ, ഈ തന്റെ പഠിപ്പിച്ചെന്റെ കുഞ്ഞാപ്പൂനെ പഠിപ്പിച്ചണ്ട. ആ ചെക്കൻ നേരെ ബ്രസീലാക്ക അല്ല ശുക്രാക്ക ലുലുക്ക് പോവാണ്. എന്റെ അമ്മേ, ഇനി തന്റെ ഒരു കാര്യത്തിലും ഞാൻ ഇനി ഇറങ്ങില്ല കേട്ടോ. അല്ലല്ല മെക്സിക്കോയെ, ഇനി തന്റെ ഒരു കാര്യം. സുഖപ്രസവം എന്ന് പറഞ്ഞാലേ പേരില് മാത്രമേ ഉള്ളൂ, അല്ലാതെ ഒരു സുഖമില്ലാത്തൊരു പരിപാടിയാണിത്. പള്ള കീറി പൊളിച്ചേ കുട്ടീനെ തന്നോട് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ആൾക്കോളെ കളി കണ്ടിട്ട് എന്ത് ചീട്ടക്കൊക്കെ പോണില്ലാലോ. ഓരെ കുട്ടിച്ചേത്താൻ പോവും. ഇന്ന് ഓരപ്പം ക്ലാസ്സൊക്കെ ഞാനും പോകുന്നുണ്ട്. അങ്ങനെ നല്ലൊരു കക്കൂസ് ഇവിടെ പറമ്പിലെ വന്ന് കുത്തിർക്കേണ്ടത്. അർജന്റീന ഒരു കപ്പ് എടുക്കുക തേങ്ങ എടുക്കൂല. നിങ്ങളുടെ കൂടത്താണത്. നിങ്ങൾ കോഴിമുട്ടല്ല ആനമുട്ട വെച്ചിട്ട് നോക്കില്ല. തെറ്റി പുകല്ലേ നല്ല പറഞ്ഞു, തെറ്റി പോകല്ലേ. എന്റെ കാലിന്റെ മുട്ട ഒടിഞ്ഞോ നോക്കുക. നല്ല കേറി പൊളിച്ചാലേ കാലേ കാല ആ വേദനയൊക്കെ ഞങ്ങൾ നടക്കല്. എല്ലാ പ്രസവം കണക്ക് തന്നെയാണ്. പഠിച്ചോനെ എന്റെ കുട്ടി ഓട്ടർഷ പഠിച്ചിട്ട് എന്താ ആവണെന്നുള്ള ചോരോടൊന്നും ചോദിച്ചോ. എത്താണ് അതിനുള്ളിൽ ഇരുമ്പ? ചില നേരത്തെ തണ്ട് വർക്ക് ചെയ്യും. കപ്പും കൊണ്ടേ ഞങ്ങള് പോവുള്ളൂ. കപ്പല്ല കോപ്പ ചെയ്യാൻ പോലെ ചലിക്കാതെ പോടിയിടുന്നു. നിങ്ങൾ കാത്തടിച്ചാ വീണേ. ഞങ്ങൾ നെയ്മറല്ല, ഞങ്ങൾ ഒരേ രാജ്യത്തിൽ കണ്ടോന്ന് കൂടി ഒന്ന് നോക്കുക. ആരും കണ്ടിട്ടില്ല. ഇതിന്റെ കാര്യം നോക്കൂലെന്ന് മാത്രം പറയരുത്. ഞങ്ങൾക്ക് അടുത്ത കളി ശക്തരായ ഈജിപ്തിനായിട്ടാണ്. ഇജൊന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാറ് പറഞ്ഞേക്കൂലായിരുന്ന. എന്താ ഗർഭിണികളുടെ സംസ്ഥാന സമ്മേളനം. അവിടുത്തെ എന്നെ പണിയെടുപ്പിച്ച് കൊല്ലാണ്. പഠിച്ചോനെ കിടന്നുറങ്ങിയ നല്ലൊരു സ്ഥലത്തോട്ട് ചേർത്തിട്ട് നടക്കാണ്ട് പല്ലൊക്കെ പിന്നെ മെസ്സിഹ ഞങ്ങൾ 3 കപ്പെടുത്തത്. 5 ബലത്തിലെ 3 ഞങ്ങൾ 5 ഷോക്കേസ് ചെയ്യുന്ന ഡയലോഗ് അടിച്ചിട്ടുണ്ട്. അതിനെ പിന്നെ കാലത്ത് കപ്പെടുത്ത കാര്യമില്ല. അത് ജയിക്കോ എന്നിട്ട് പറഞ്ഞു ഒലക്ക പറഞ്ഞു പിന്നെ എന്നെ കൊണ്ട് തച്ചൊരു ഉപകാരം. ഈ 10 കഴിഞ്ഞ കുട്ടീനെ കൊണ്ട് പണിയെടുപ്പിക്കാൻ ആ തള്ളക്ക് എന്നാണായിരിക്കും ബുദ്ധി വെക്കല്. അത് സുഖപ്രസവം കിട്ടാൻ വേണ്ടിട്ടേക്കാ. ഓ അവനാന്റെ മക്കൾക്ക് ഇങ്ങോട്ട് എന്റെ അപ്പൊ ഞാനും പോരുണ്ട്. അപ്പൊ എന്താ ജീട്ടക്ക് ഇവിടെ പറഞ്ഞത് സ്മാർട്ട് ടിവിയിൽ കപ്പെടുത്തിക്കണ, മൊബൈൽ ഫോൺ കപ്പെടുത്തിക്കണ, എന്നോട് ചലക്കാൻ വന്നിക്കണേ. ആദ്യം കാലത്താണ് കപ്പ എടുത്തിക്കണേ, അല്ല ബിരിയാണി ചെമ്പല്ല. തൊള്ളോണ്ട് ബിരിയാണി വെക്കാതെ അങ്ങോട്ട് വരും. പൗഡർ എന്ന് പറഞ്ഞ ഊതുന്ന ആളെ എല്ലാ വാക്കും കേട്ടത്. ഓന്റെ കാര്യത്തിനോട് മുണ്ടനെ ചേരുതേ.
അപ്പൊ എന്താപ്പോ കരച്ചിലും വഹിച്ചില്ലോ കുറച്ച് പേറ്റിലേഹം തരുമോ? ആദ്യം ഒന്ന് പെറ്റോട്ടെ ഓളൊരു പേറ്റിലേഹം. അതിന് ഞാൻ ജിടെക്കിലല്ല പഠിക്കണതേ. അപ്പൊ അന്നെ ഞാൻ അവിടെ കൊണ്ട് ചേർത്ത് മാറിയോ? ഞാനേ ജിടെക്കിന്റെ പ്രീമിയം കോഴ്സ് തോൽക്കുന്ന ജയിച്ചില്ലേ? പിന്നെ അത് മാത്രല്ല ഓന്റെ ഒരു ഒറ്റ ഊത്തോണ്ട് എന്റെ മെസ്സിക്കുട്ടി 120 മിനിറ്റാ കളിച്ചിട്ടുണ്ട്. തനിക്ക് പറയും 20 മിനിറ്റ് കൊണ്ട് ഗൾഫ് കൊടുത്തേക്കാനാ. അന്ന് സുലൈമാങ്കാക്ക ഗൾഫിൽ പെറ്റെടുക്കൊന്നുമില്ല. ഓന്റെ ഒരു പൂതി. എന്റെ കുട്ടിക്ക് വേദന തുടങ്ങിച്ചൂടെ ഇരുന്ന പഠിപ്പിക്കണേ GCയിലാണ് വെച്ച് പഠിക്കണേ. എവിടേക്കാണെങ്കിലും ഞാൻ പോകും. പടച്ചോനെ ഈ കോലത്തിലോ? അല്ലല്ല ഇത് മാറ്റിക്കൂടെ? ഞാൻ ഒന്ന് മാറ്റി തരാം. ഈ തന്തട മെസ്സി അർജന്റീന ജയിച്ചു. വലിയ കാര്യമായി പോയി. വലിയ വലിയ പെണ്ണുങ്ങൾ ഉസറും പുള്ളിയെ ചാടി കളിച്ചാ അതിന്റെ അപ്പം തുള്ളാൻ ഇന്നോ നാളെ കുഴിയിൽ കാറ്റൊക്കെ തന്തി. ഈ പച്ചനായിട്ട് കളിച്ച് ജയിക്കണം. അല്ല മറ്റെന്തായാലും ഈജിപ്തിനായിട്ട് ജയിക്കണോ? ജയിക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുറച്ച് പൈസ താൻ എനിക്ക് തരാം. എല്ലാ പ്രശ്നങ്ങളും ഈ പേരിൽ ആരുമില്ല. ഒന്നും കൊണ്ട് വരുന്നുണ്ട. ഹോസ്പിറ്റലിൽ കൊണ്ടാണ് ശുക്രാക്കാം. ഈ പേരിൽ ആരുമില്ല. ഈ മാപ്പിള ഇവിടെ ഇവിടെ. ഒന്ന് നിന്നാ ഞാൻ എന്റെ കാര്യം എന്റെ ടീച്ചർമാരോടും ചോദിച്ചോക്കട്ടെ. ബ്രസീലാ തോന്നുന്നു. എത്ര ഇപ്പൊ എന്റെ കോലം ചൂടായിട്ടൊരു മാസം തോന്നുന്നുണ്ട്. എങ്ങനെ മനുഷ്യമായി ഉള്ളിൽ കയറുക? അതുകൊണ്ട് തന്നെ നിങ്ങളോട് പറഞ്ഞത് ഔത്ത് കയറാൻ. അതിനർത്ഥം ഞാൻ മനസ്സിലായില്ലേ? ഞാൻ സോൾവാക്കി തരാം. എനിക്ക് തരാനുള്ള പൈസ ഉണ്ട്. ആ പൈസ ലുലു കൈക്കൂടെ എനിക്ക്. എന്താണ് അവിടെ നടക്കണേ? അതിനെന്നെ എന്നോട് ഇറങ്ങാൻ പറഞ്ഞത്. അല്ലാതെ നെയ്മർ മെസ്സി കരഞ്ഞാണ്ടി നമുക്ക് ഇപ്പൊ ഹോസ്പിറ്റലിൽ പോവാം. ഈ പെരിത്തോലെ കൂടെ മരിച്ച കിടക്കുക. എന്താണ് നമുക്ക് വേദന തുടങ്ങിക്കണേ. ഹോസ്പിറ്റലിൽ കൊണ്ടോ. അല്ല ഞാൻ എന്റെ കുഞ്ഞാപ്പൂനെ ചേർത്തിട്ട് ഒരു കൊല്ലം പോലെ ആയല്ലോ. എത്താണ് അവന്റെ അവസ്ഥ? അതിനിപ്പോ എന്താ അവന്റെ കോഴ്സൊക്കെ കഴിഞ്ഞില്ലേ? ഇനി ഇന്റേൺഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ. അങ്ങനെ പൊന്നാര സൈനജ് കുച്ചുപുറ്റ് മാങ്ങാത്തോലും പറയുന്നത് ഔത്തക്ക് കയറവളെ. എത്ര പേരുടെ കോലം ചാന്തപ്പരമാർക്ക് പെണ്ണുങ്ങളായാലേ കണ്ണുക്ക് സൂര്യൻ കുത്തണ മുന്നേ ചായയും കറി ഉണ്ടാക്കിട്ട് തിരുമ്പലും നമ്മളെ പെരി കൊക്കൂലെന്ന് നമുക്ക് എല്ലാം അറിയാം. എക്സലന്റ്. ജൂലൈ 9, 10, 11, 12 ഈ 4 ദിവസം അവിടെ ഫ്ലാറ്റ് 50 ആണ് ഓഫർ ഇറക്കുക. ആടും പഞ്ചൊന്ന് ഹോസ്പിറ്റൽ കൊണ്ടുപോയി പ്രസംഗിക്കണ്ട് തോത്ത് കിടന്നാണ്ടല്ലേ ഇപ്പോൾ ഇവിടെ കിടന്ന് പറ്റാ മതി. ഓളെ ഇനി നിങ്ങളെ മാർക്ക് നാക്കാലിക്കുട്ടിയല്ല മനുഷ്യക്കുട്ടിയാണ്. അതുകൊണ്ട് ഓളൊന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം. ഓന്റെ ചെങ്ങായിമാരുമാണ് ഒന്ന് കാണുക. ഓൻക്കതിന് എല്ലാ ക്ലാസ്സിലും ചെങ്ങായിമാരാണ്. ഓന് പിന്നെ എവിടെ പോയാലും ചെങ്ങായിമാരുണ്ടാക്കാൻ സാറാണ്. തുടക്കലും കഴിഞ്ഞ് കുളിച്ചിട്ട് 10 മണിയാകുമ്പോഴേക്ക് ചോറും കറിയൊക്കെ കടി. അതെങ്ങനെ അമ്മായി എവിടെ രാവും പകരൊക്കെ ഫുട്ബോൾ അല്ലേ? അതൊക്കെ നടക്കുവോ? ഒരു മാനാളക്കളി ഒരു 12 പിന്നെ പെർഫെക്റ്റ്. അതെ അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്നിട്ട് കാര്യമില്ല. പെട്ടെന്ന് നമുക്ക് ലുലുമാളിക്ക് പോകണം. അതെ അതെ ഗുഡ് ജോബ്. എന്താ പെട്ടെന്ന് പോവാൻ തന്നെ. ഞാനേ 10 പറ്റും പെരീന്ന് തന്നെയാണ്. ഓളും പെരീന്ന് തന്നെ പറ്റാ മതി. നിങ്ങൾ എന്ത് പറഞ്ഞും കാര്യമില്ല. ഇവിടെ ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഇറക്കണമെന്നില്ല. ഇന്റെ ചെറുക്കൻ ഇവിടെ ഒരു കൊല്ലം പഠിച്ചിട്ട് ഇഞ്ചക്ഷനും കിട്ടി. നിങ്ങൾക്കൊക്കെ എത്തേറ്റിയായി ഇങ്ങനെ മണ്ടി അത് കണ്ട് തുള്ള നിങ്ങൾക്ക് 2 ആൾക്കാരും അമ്മായി റൊണാൾഡോനെ ആളാ തോന്നുന്നു. തന്നെ കോലോ എന്താണോ പെണ്ണോ ആണോ മട്ടി ഇന്റേൺഷിപ്പ് തന്നെ. അത് എനിക്ക് കിട്ടിയല്ലേ ബെൽക്കത്തെ കിട്ടിയെന്ന് പോലും പറയട്ടെ. ഞാൻ ഡാറ്റാ സയൻസ് കോഴ്സ് കഴിഞ്ഞു. ഇനി ഇന്റേൺഷിപ്പിന് എറണാകുളം. പേരിക്ക് കാലൂത്താൻ പറ്റൂലേ? ഇത് ആണും പെണ്ണും കേട്ടോനാ? എനിക്ക് ഉളുപ്പില്ല ചങ്ങായി എങ്ങനെ പറയാനേ. തത്ത് മുലക്കണം പണ്ടാറടിക്കത്. എന്താ പറഞ്ഞത്? നന്ദനെ ഈ പറഞ്ഞു കൊടുത്താ. ഞാൻ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് കഴിഞ്ഞു. ഇപ്പോൾ കമ്മ്യൂണിക്കേഷൻ ഒക്കെ സെറ്റ് ആണ്. ഞാൻ കോൺഫിഡന്റ് ആണ്. അത് മാത്രല്ല ഇഷ്ടം കുപ്പാട്ട് വെക്കണത് എന്താണ് ചുണ്ടുമല് കോഴിക്കോട്ട് അറിയ വെച്ചിക്കാ? അല്ല സൈനജ് എന്റെ ആയ കാലത്ത് ചുണ്ടുമ കളറും കണ്ണുമ കൺമഷൊക്കെ ഇട്ടാടുന്നില്ല. എന്നിട്ട് ജോളെ കുറ്റം പറയുന്നുണ്ട്. ഉമ്മ പോവല്ലേ? ഞാനും കുഞ്ഞാപ്പ ഡാറ്റ അനലിസ്റ്റ് കോഴ്സ് അല്ലേ കഴിഞ്ഞേ. ഞങ്ങൾ രണ്ടാളൊപ്പം ഇന്റേൺഷിപ്പിന് പോണേ. അപ്പൊ ജോ ഓന്റെ ഞാൻ പറഞ്ഞപ്പച്ചേ ഓ ഫുൾ സ്റ്റാക്ക് വെബ് ഡെവലപ്പർ. എത്തടിച്ചിന്റെ മന കാട്ടുണ്ട്. ചിലക്കട പോടാ ശുക്രാക്ക. ആകാശം നോക്കിക്കാതെ വണ്ടി പോയി വിളിച്ചോണ്ടേ. കോഴ്സാണോ പഠിക്കുന്നത്? ഇപ്പോഴാ സമാധാനമായത്. എല്ലാവർക്കും കിട്ടിക്കണല്ലോ. കുഞ്ഞാപ്പൂനെ ചേർത്ത കായ് മോലായി. അല്ലമ്മ എങ്ങനെ പെരക്കുട്ടും ചുണ്ടുമ്പോൾ എന്താ ഗോൾഗേറ്റാ? ഓള് നാണ പെണ്ണ ഓൾട്ടെന്താ പാന്റ് കുപ്പായല്ലേ? ഇങ്ങനെ മരക്കൊക്കെ നിങ്ങളെ പെരക്കുട്ടിയൊക്കെ എന്തുവിടാ? ഞങ്ങളുടെ ഞങ്ങൾക്ക് വഴി പെൺകുട്ടിയാണ്. നീ ഇവിടെ തൊഴിൽ നോക്കിക്കാത്ത വേഗം എലൈറ്റ് റെസ്റ്റോറൻസ് പോയിക്കാണ് ബുക്ക് ചെയ്യേ. കുറ്റ നീളം കളിച്ച് ഊർ ഞാനത് കാണിച്ചടി. ഞാൻ പോവാണ്. അമ്മായി ചോദിട്ട് പോവാ. ചോറ് എന്റെ ഓർക്കൊണ്ടോ ചോറ്